ഇതേപോലെ ഒരു ചട്നി ഉണ്ടാക്കിയാലോ നമുക്ക്. ഇതിൽ സബോളയും ഉണ്ട്, പിന്നൊന്നിട്ട് മിളകും ഉണ്ട്, എന്നുവെച്ചൊരു നോർത്ത് ഇന്ത്യൻ ടച്ചും ഉണ്ടെന്ന സൗത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട്. പക്ഷെ കിടിലൻ സാധനമാണ്. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഈ കിടിലൻ ചട്നി അങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ. അതിനു വേണ്ടി ഒരു 3 കപ്പ് വെള്ളം ബോയിൽ ചെയ്യാം. 10 പീസ് കാശ്മീരി ചില്ലി അതിൻ്റെ ഉള്ളിലേക്ക് ആ ചൂടുള്ള വെള്ളം അങ്ങോട്ട് ചേർത്ത് അതൊരു 10 to 15 മിനിറ്റ് നേരം സോക്ക് ചെയ്യാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഉറുദാൾ, പിന്നെ ചന്നാദാൾ 1 ടേബിൾ സ്പൂണും 1 ടീസ്പൂൺ ജീരകവും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മേത്തിയും ചേർത്ത് അതിനെ ലോ ഹീറ്റിൽ ഒരു 1 മിനിറ്റ് നേരം സോട്ട് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് 6 പീസ് വെളുത്തുള്ളിയുടെ മൊത്തമായിട്ടുള്ള ക്ലോസ് ഇട്ട് 1 മിനിറ്റ് നേരം സോട്ട് ചെയ്യാം. പിന്നെ ഒരു സവോള വലുത് സ്ലൈസ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് അതിനെ അങ്ങോട്ട് വഴറ്റാം. ഒരു 3 to 5 മിനിറ്റ് വരെ അത് വഴറ്റി ഇതേപോലെ ഒന്ന് സോഫ്റ്റായി വരും. അത് വന്നു കഴിയുമ്പോൾ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് ആ മിളക് അതിൻ്റെ ഉള്ളിലേക്കാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കുഞ്ഞ ലൈം സൈസ് പുളി ചേർത്ത് അതിന് 2 to 3 മിനിറ്റ് വരെ സോട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുപ്പിക്കാം. തണുത്ത് കഴിയുമ്പോൾ അതിനൊരു ബ്ലെൻഡറിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് ഫൈനായിട്ട് പേസ്റ്റ് അടിച്ച് ഒരു ബോളിലേക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് നമുക്കിനി ടെമ്പറിങ് ചെയ്യാം. താളിക്കാനായിട്ട് ആ സെയിം പാനിൽ തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് 1 ടീസ്പൂൺ മസ്റ്റേർഡ്, 1 ടീസ്പൂൺ ഉറുദാൾ ഇട്ട് നമ്മുടെ കടുകാണ്ട് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർക്കും. അത് നന്നായിട്ടൊന്ന് ചിറ്റിച്ച് നമ്മുടെ ചട്നിയുടെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ല മുരിഞ്ഞ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ആസ്വദിച്ച് കഴിക്കാം. ഞാനിവിടെ അട ദോശയുടെ കൂടെയാണ് കഴിക്കണേ. ഇതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതോ നോക്കണേ, ഈ റെസിപ്പിയും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.